നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാകുമെന്നും എന്നാൽ എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റില്ലെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. പാർട്ടി കേന്ദ്ര നേതൃത്വമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്നും അടൂർ പ്രകാശ്. എന്റെ വിദ്യാഭ്യാസ യോഗ്യത IAS ആണെന്ന ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ. ഇതുവരെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു വന്നത്. ഇനി വിദ്യാഭ്യാസമുള്ളവർ വരട്ടെ എന്നാണ് കോൺഗ്രസിന്റെ പ്രചരണം. ഭീതിയുടെ രാഷ്ട്രീയമാണ് ഉടുമ്പൻചോലയിലുള്ളതെന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ഉടുമ്പൻചോല മണ്ഡലത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭീതിയോടെയാണ് ജനങ്ങൾ കാണുന്നത്. പട്ടയ വിതരണം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി വീണ്ടും മാറ്റിവെച്ചു. അടുത്തയാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുക. വിശദമായ വാർത്തകളിലേക്ക് ആദ്യം നോക്കാം. പോരാട്ടം 2026. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാകുമെന്നും എന്നാൽ എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റില്ലെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. പാർട്ടി കേന്ദ്ര നേതൃത്വമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇതിനു വിരുദ്ധമായ പ്രസ്താവനകൾ നല്ലതല്ല. ഇപ്പോൾ ഇത്തരം ചർച്ചകൾക്കുള്ള സമയമല്ല. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടതെന്നും അടൂർ പ്രകാശ് തൊടുപുഴയിൽ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഏതായാലും മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളാരും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾക്ക് ഒരു ഘടനയുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും മറ്റും തീരുമാനമെടുത്തുകൊണ്ട് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് അത് ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കും. കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുമ്പോട്ട് പോകും. ഇപ്പോൾ രണ്ട് തരത്തിലാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പ്രചരണം കൊടുക്കരുത്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേ ശബ്ദത്തോടു കൂടി മുമ്പോട്ട്. എന്റെ വിദ്യാഭ്യാസ യോഗ്യത IAS ആണെന്ന ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ. ഇതുവരെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു വന്നത്. ഇനി വിദ്യാഭ്യാസമുള്ളവർ വരട്ടെ എന്നാണ് കോൺഗ്രസിന്റെ പ്രചരണം. ഇതിനു മുമ്പ് അഡ്വക്കേറ്റ് മാത്യു സ്റ്റീഫനും അഡ്വക്കേറ്റ് EM അഗസ്തിയുമൊക്കെയാണ് വിജയിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. ജനങ്ങളുടെ ഇടയിൽ ഇടപഴകിയതിന്റെ IAS ആണ് തനിക്കും MM മണിക്കുമുള്ളതെന്നും ജയചന്ദ്രൻ കുമ്പപ്പാറയിൽ പറഞ്ഞു. ഇനി ഇത്രയും നാളും വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ അല്ലേ വന്ന് ഇനിച്ചൊരു വിദ്യാഭ്യാസം ഉള്ളവർ വരട്ടെ എന്നാണ് മനസ്സിലായില്ലേ? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ കണ്ടത് അതിന് മുമ്പുള്ള MLA മാരെയൊക്കെ എടുത്തു നോക്കിയപ്പോ ഒരാള് മാത്യു സ്റ്റീഫനായിരുന്നു. അദ്ദേഹം അഡ്വക്കേറ്റ് മാത്യു സ്റ്റീഫനായിരുന്നു. പിന്നെ 2 പ്രാവശ്യം അഡ്വക്കേറ്റ് EM അഗസ്തിയായിരുന്നു അല്ലേ? പിന്നെ ഇവിടെ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അഡ്വക്കേറ്റുമാരും അതുപോലെയുള്ളവരൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും നടന്നില്ല അല്ലേ? പക്ഷെ ഞാൻ അഡ്വക്കേറ്റ് ഒന്നുമല്ല. പക്ഷെ ഞാൻ IAS ആണ്. IAS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിന്റെ അവരുടെ ജീവിതാനുഭവത്തിലുള്ള IAS ആണ് എൻ്റെ IAS എന്ന് പറയുന്നത്. മണിയാസന്റെ IAS അത് തന്നെയാണ്. ജനങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ തോട്ടം തൊഴിലാളികൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്ന IAS ആണ് എൻ്റെ IAS. കൃഷിക്കാരന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഏലക്കായുമായി പോകുന്ന കൃഷിക്കാരനെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഭീതിയുടെ രാഷ്ട്രീയമാണ് ഉടുമ്പൻചോലയിലുള്ളതെന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ഉടുമ്പൻചോല മണ്ഡലത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭീതിയോടെയാണ് ജനങ്ങൾ കാണുന്നത്. ആത്മവിശ്വാസത്തോടെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഉടുമ്പൻചോലയിൽ നിലനിൽക്കുന്നു. കഴിഞ്ഞ കാലം അത്രയും ഭരിച്ച LDF സർക്കാരിനോട് യാതൊരു വിശ്വാസവുമില്ല എന്ന് ജനങ്ങൾ പറഞ്ഞതായും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്തപ്പോൾ ഒരുപാട് വിഷമതകളും ഒരുപാട് പരാധീനതകളും അവർക്ക് എന്നോട് പറയാനുണ്ട്. ഇവിടെ ഉടുമ്പൻചോലയിൽ വികസനം നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വികസനം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
കാരണം ഇന്നത്തെ വികസനം എന്ന് പറയുന്നത് മുഴുവനും അഴിമതിയിൽ കുളിച്ച് പദ്ധതികൾ ഓരോന്ന് പ്രഖ്യാപിക്കുകയും ഫണ്ട് അലോട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ കെടുകാര്യസ്ഥത മൂലം, അഴിമതി മൂലം അതൊന്നും നടക്കാതെ പാതി വഴിയിൽ അതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ചില സംഗതികളും ഈ മണ്ഡലത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇതാണ് ജനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലം എത്രയും ഭരിച്ച ഇവിടെ LDF സർക്കാരിന് അവർക്ക് യാതൊരു വിശ്വാസമില്ല എന്നുള്ള ഒരു ബോധ്യം, ആ വിശ്വാസമില്ല എന്ന് തന്നെയാണ് എന്നോട് അവരുടെ വിഷമതകൾ പങ്കുവെക്കുമ്പോൾ പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്കറിയാം, ഇന്ന് ഈ മണ്ഡലത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഭീതിയോടെയാണ് ജനങ്ങൾ കാണുന്നത്. കാരണം അവർക്കൊന്ന് സാധാരണക്കാരായ ജനങ്ങളാണ്. ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജോലി, സ്വന്തം തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനോ ഉള്ള ഒരു സാഹചര്യം, ഒരു ആത്മവിശ്വാസത്തോടെ അവർക്ക് ഇറങ്ങി അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ ഇന്ന് ഉടുമ്പൻചോലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭീതിയുടെ രാഷ്ട്രീയമാണ് ഇന്ന് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉടുമ്പൻചോലയുടെ എന്ത് പ്രശ്നങ്ങൾക്കും എതിരെ ഒന്ന് സംസാരിക്കാൻ പോലും അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം, ആ രാഷ്ട്രീയം ഇവിടെ മാറി വരണം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ മാറാത്തത് മാറുമെന്നും മാറ്റം ആവശ്യമാണെന്നും ആ ജനങ്ങളുടെ വിശ്വാസമാണ് ഇന്ന് എൻ്റെ ആത്മവിശ്വാസം. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിൽ കുറ്റമറ്റ രീതിയിൽ വോട്ടെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 3 ബൂത്തുകളാകും ഇടമലക്കുടിയിൽ വോട്ടിങ്ങിനായി ക്രമീകരിക്കുക. ഹോം പോളിംഗിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും വന്യമൃഗശല്യം, നെറ്റ്വർക്ക് പ്രശ്നം ഇവയൊക്കെയുണ്ടായാൽ പ്രശ്നം മറികടക്കുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നും ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. രാജമല പെട്ടിമുടിയിൽ നിന്ന് 17 കിലോമീറ്റർ ഉൾവനത്തിലാണ് ഇടമലക്കുടി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർഡായിരുന്നു ഇടമലക്കുടി. 2010 പഞ്ചായത്തായി മാറി. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലക്കുടിയിൽ കുറ്റമറ്റ രീതിയിൽ വോട്ടെടുപ്പ് നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 3 ബൂത്തുകളാകും ഇടമലക്കുടിയിൽ വോട്ടിങ്ങിനായി ക്രമീകരിക്കുക. ഹോം പോളിംഗിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും വന്യമൃഗശല്യം, നെറ്റ്വർക്ക് പ്രശ്നം ഇവയൊക്കെ ഉണ്ടായാൽ മറികടക്കുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നും ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. ഇടമലക്കുടിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 3 ബൂത്തുകളാണ് ഇടമലക്കുടിയിലുള്ളത്. സൊസൈറ്റി കുടിയിലും, മുളകുതറക്കുടിയിലും, പരപ്പയാർക്കുടിയിലും. ഇവിടെ നമ്മൾ ഹോം പോളിംഗിനായിട്ടുള്ള ആൾക്കാരുടെ അപേക്ഷകൾ ഓൾറെഡി തന്നെ വാങ്ങിയിട്ടുണ്ട്. അവിടേക്ക് പോകാനായിട്ട് ഹോം വോട്ടിങ്ങിനുള്ള ടീമുകൾ ഉടനെ തന്നെ സുസജ്ജമാകുന്നതാണ്. മറ്റ് 3 ബൂത്തുകളും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അവർ ഓരോരുത്തരും അപേക്ഷ സമർപ്പിക്കുന്ന വില്ലിങ്നെസ്സോട് കൂടിയുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും അവർക്കായി നമ്മൾ ഒരുക്കുന്നുണ്ട്. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇപ്പോൾ ഇല്ല എന്നാണ് BSNL അറിയിച്ചിരിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വയർലെസ് സെറ്റ് വഴി നമ്മൾ അതും മാനേജ് ചെയ്യുന്നതാണ്. 14 വാർഡുകളാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. 1800-ലധികം വോട്ടർമാർ ഇടമലക്കുടി പഞ്ചായത്തിലുണ്ട്. 800-ലധികം സ്ത്രീ വോട്ടർമാരും 900-ലധികം പുരുഷ വോട്ടർമാരുമാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സേനാപതി മണ്ഡലം കൺവെൻഷനും റോഡ് ഷോയും നടന്നു. സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയായ രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സേനാപതി മണ്ഡലം കൺവെൻഷൻ മാങ്ങാത്തൊട്ടിയിൽ നടന്നത്. സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം ആളുകൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പിണറായി സർക്കാർ അവസരം നൽകിയിട്ടില്ല. ആ അവസ്ഥയിൽ നിന്നും
നിന്നും മോചനം കിട്ടാൻ നമ്മുടെ മുൻപിൽ 14 ദിവസം മാത്രമേയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ കാലത്താണ് പ്രളയം കൊണ്ടുവന്നത്. പിണറായി വിജയനാണോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ പിണറായി വിജയൻ ഉണ്ടായപ്പോൾ പ്രളയവും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. 2019 രണ്ടാം പ്രളയം ഉണ്ടായി, നിപ്പയുണ്ടായി. ലോകത്തിന്റെ ടൂറിസം മാപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം തകർത്തത് നിപ്പ വൈറസിന്റെ വ്യാപനമാണ്. 2019 20 കോവിഡ് വന്നു. 21 കോവിഡ്, 22 കോവിഡ്. സ്വസ്ഥതയോടുകൂടി കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വർഷം സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടോ? അത് നമ്മൾ ആലോചിക്കുക. ആ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടാൻ കേവലം നമ്മുടെ മുന്നിൽ 14 ദിവസമാണുള്ളത്. 14 ദിവസം കഴിയുമ്പോൾ, അതിനുശേഷം വോട്ടിന്റെ വിധി ഫലം വന്നു കഴിയുമ്പോൾ ഈ നാട് രക്ഷപ്പെട്ടു എന്ന് സമാശ്വസിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ രാജകുമാരി സേനാപതി പഞ്ചായത്തിലെ നമ്മുടെ ഈ നേതൃയോഗത്തിൽ. കൺവെൻഷന്റെ ഭാഗമായി LDF-ൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രവർത്തകരോട് വോട്ട് അഭ്യർത്ഥിച്ചു. ഞാൻ ഇന്നും കോൺഗ്രസിൽ ഇതിൻ്റെ ഒരു പതാക വാഹകനായി ഈ പാർട്ടിയെക്കുറിച്ച് പഠിക്കുക, ഈ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതായിരുന്നു എൻ്റെ ലക്ഷ്യവും എൻ്റെ ദൗത്യവും. ഞാനത് പൂർണ്ണമായി വിനിയോഗിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. കാരണം ഈ മേഖലയിലെ രാഷ്ട്രീയ കൊലപാതകം അവസാനിക്കാൻ നിരന്തരമായി CPM-നെതിരെ ആശയപ്രകടനം പോരാട്ടം നടത്തിയതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് വിനയപരിസരം അഭ്യർത്ഥിക്കാനുണ്ട്. ഞാൻ 47 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചതാണ്. പ്രസംഗ തൊഴിലാളി എന്ന് പോലും പേര് കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന, 47 കൊല്ലത്തെ എൻ്റെ ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള സേവനത്തിൻ്റെ പ്രതിഫലം ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ മത്സര വിജയമാണ്. അത് ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ പിച്ചവെച്ച, ഞാൻ രാഷ്ട്രീയക്കാരനായി മാറിയ ഈ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുക. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാങ്ങാത്തൊട്ടി ടൗണിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിൽ ഇബ്രാഹിംകുട്ടി കല്ലാർ മുഖ്യപ്രഭാഷണം നടത്തി. MB ജോസ്, ബെന്നി തുണ്ടത്തിൽ, കൊച്ചുത്രേസ്യ പൗലോസ്, സജോ പന്തത്തല, ബോസ് പുത്തേത്ത്, പിയൂസ് കറിയ, നോബർട്ട്, ബെന്നി ഇല്ലിമൂട്ടിൽ, ജെയിംസ് തെങ്ങുംകുടി, മണ്ഡലം ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, സേനാപതി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി കേന്ദ്രസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ മൂന്നാറിൽ റൂട്ട് മാർച്ച് നടത്തി. 50ഓളം സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിന് പുറമെ മൂന്നാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിന്റെ ഭാഗമായി. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ജാഗ്രത കൈക്കൊള്ളുന്നതിനാണ് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ മൂന്നാറിലും റൂട്ട് മാർച്ച് നടത്തിയത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിന് പുറമെ മൂന്നാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിന്റെ ഭാഗമായി. ITBP-യിൽപ്പെട്ട 30ഓളം സേനാംഗങ്ങളും മൂന്നാർ സ്റ്റേഷനിലെ 20ഓളം പോലീസ് ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. മൂന്നാർ ടൗണിൽ മുസ്ലിം പള്ളിക്ക് സമീപത്തു നിന്നുമായിരുന്നു റൂട്ട് മാർച്ച് ആരംഭിച്ചത്. മൂന്നാർ DYSP-യും CIയും റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. സേനാ വാഹന വ്യൂഹവും റൂട്ട് മാർച്ചിന്റെ ഭാഗമായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തടയിടുവാൻ ലക്ഷ്യമിട്ടാണ് സേന ടൗണുകൾ കേന്ദ്രീകരിച്ച റൂട്ട് മാർച്ച് നടത്തുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പീരുമേട് അസംബ്ലി മണ്ഡലം LDF സ്ഥാനാർത്ഥി K. സലിംകുമാറിന്റെ മണ്ഡലതല സ്വീകരണ പര്യടന പരിപാടി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാട്ടുക്കട്ടയിൽ നിന്നും ആരംഭിച്ചു. AITUC സംസ്ഥാന പ്രസിഡന്റും മുൻ MLA-യുമായ TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു.
ജില്ലാതല സ്വീകരണ പര്യടന പരിപാടി മാട്ടുക്കട്ടയിൽ നിന്നുമാണ് ആരംഭിച്ചത്. മാട്ടുക്കട്ടയിൽ നടന്ന യോഗത്തിൽ CPIM ലോക്കൽ സെക്രട്ടറി അഭിലാഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി ഷാജി മാത്യു സ്വാഗതം പറഞ്ഞു. AITUC സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. പരിഹരിക്കപ്പെടാൻ കഴിയാതിരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ അത് ഓരോന്നും വിശദീകരിച്ചാൽ മണിക്കൂറുകൾ എടുക്കും. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ജില്ലയുടെ 4 ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന അതുമായി ബന്ധപ്പെട്ട് ഇച്ഛാശക്തിയോടുകൂടി സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ അതെല്ലാം ജനങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. ഭൂമി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ, പട്ടയ വിതരണത്തിന് ഉണ്ടായിരുന്ന കാലതാമസമല്ല, നിയമയുദ്ധമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു വില്ലേജിൽ പട്ടയത്തിന് വേണ്ടി അപേക്ഷ നൽകി ഒരു പട്ടയം കൊടുത്താൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 100 കണക്കിന് ഹർജികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിരുന്നത് എല്ലാവർക്കും അറിയാവുന്നു. സമാപന യോഗം ചപ്പാത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം OP സലീം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് R തിലകൻ, സെക്രട്ടറി ES ബിജിമോൾ, VR ശശി, രാജിച്ചെന്നേർണകുന്നേൽ, KR സോദരൻ, ടോമി പകലോമറ്റം, PK രാമചന്ദ്രൻ, PJ റെജി, AL ബാബു, CS രാജേന്ദ്രൻ, PJ സത്യപാലൻ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. തങ്കമണി സുരേന്ദ്രൻ, TC കുര്യൻ, VT ഷാൻ, KM കുമാരൻ, KS രാജൻ, VT ജോമോൻ, നിഷാമോൾ ബിനോജ്, PG ബാലകൃഷ്ണൻ, KJ ജോസഫ്, മനു K ജോൺ, സുബിത ജോമോൻ, ജോസ് കുര്യൻ, മോബിൻ എബ്രഹാം, അമൽ ബാബു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഉപ്പുതറ. UDF ഉപ്പുതറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ഉപ്പുതറ SNDP ഹാളിൽ നടന്ന യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. സമസ്ത മേഖലയും അഴിമതിയിൽ കുളിച്ച ഏകാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അധികാരത്തിലെത്തണമെന്നും ഉദ്ഘാടനം നടത്തി സംസാരിച്ച EM അഗസ്തി പറഞ്ഞു. പറയുന്ന വാക്കിനും ചെയ്യുന്ന പ്രവർത്തിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കാം എന്നതാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഇവിടെ ഇപ്പോ സംസാരിക്കുന്നതായി കേരളത്തിലെ മുഖ്യമന്ത്രി വന്നു മഹാരാജാക്കന്മാർ എഴുതുന്നവരെ കാണല്ലേ. മഹാരാജാവ് എഴുതുന്നതിന് അത്രയും വലിയ ബന്ധമൊന്നുമില്ല. നമ്മളാരും കാലം പറയാൻ കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജീവിച്ചവരാണ്. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഹാരാജാവ് എഴുതുന്ന സമയത്തുണ്ടായിരുന്ന പ്രൗഢിയോട് കൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എഴുതുന്നത്. ഇരിങ്ങാന്ന് മുതൽ കട്ടപ്പനായ 500 പോലീസുകാരാണ് മുഖ്യമന്ത്രിക്ക്. UDF മണ്ഡലം ചെയർമാൻ സാബു വേങ്ങവേലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് S അശോകൻ, ഷാജി പൈനേടത്ത, അരുൺ പൊടിപാറ, ജോർജ് ജോസഫ്, G മുരുകയ്യ, ഫ്രാൻസിസ് ദേവസ്യ, ടോണി തോമസ്, ഷിനു ഫിലിപ്പ, P നിക്സൺ, ലാലി സെബാസ്റ്റ്യൻ, ബിബിൻ ജോയി, രാജരത്നം, ശിവൻകുട്ടി, ഓമന സോദരൻ, കൊച്ചുമോൾ ജോസഫ, ജോസഫ് വർഗീസ്, ജോസഫ്, ജോളി എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിബിൻ ജോയിക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. യോഗത്തിന് ശേഷം ഉപ്പുതറ ടൗണിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ റോഡ് ഷോയും നടത്തി. സിറ്റി വിഷൻ ഉപ്പുതറ. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പട്ടയ വിതരണം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി വീണ്ടും മാറ്റിവെച്ചു. അടുത്തയാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുക. ഫെബ്രുവരിയിൽ പട്ടയ നടപടികൾക്ക് ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ഉപാധികളോടെ ഹൈക്കോടതി പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം സർക്കാർ പട്ടയമേള നടത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കണ്ടെത്തിയതോടെയാണ് പട്ടയ നടപടികൾ നിർത്തിവെക്കാൻ വീണ്ടും ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 1964 ചട്ടപ്രകാരമുള്ള പട്ടയം നൽകുന്നുവെന്ന പരിസ്ഥിതി സംഘടനയുടെ ഹർജിയിൽ 2024 ജനുവരി 10 പട്ടയ നടപടികൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത്. 4 മാസം മുമ്പ് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 23 ഹൈക്കോടതി പട്ടയ നടപടികൾക്ക് ഏർപ്പെടുത്തിയ സ്റ്റേ ഉപാധികളോടെ പിൻവലിച്ചു. പട്ടയം നൽകുന്നതിന് കോടതി കർശനമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച 3 ദിവസത്തിന് ശേഷം ചെറുതോണിയിൽ നടത്തിയ പട്ടയമേളയിൽ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ 80-ലധികം പട്ടയങ്ങൾ നൽകിയെന്ന കേസിലെ ഹർജിക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതോടെയാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ട പട്ടയ നടപടികൾ നിർത്തിവെക്കാൻ വീണ്ടും നിർദ്ദേശം നൽകിയത്. വിലക്ക് നീങ്ങാൻ സർക്കാർ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ നൽകിയ ഒരു പട്ടയാപേക്ഷയുടെ ഫയൽ ഹർജിക്കാർ കോടതിയിൽ സമർപ്പിക്കുകയും ഫയലിൽ അവ്യക്തതയുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മറ്റു ഫയലുകൾ കളക്ടറുടെ കൈവശം സൂക്ഷിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. ഇതോടെയാണ് സ്റ്റേ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വീണ്ടും മങ്ങലേറ്റത്. അടുത്ത ബുധനാഴ്ചയാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. മൂന്നാറിൽ വീണ്ടും തെരുവുനായ ആക്രമണം. തെരുവുനായയുടെ ആക്രമണത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്ക് സംഭവിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷനിൽ വെച്ച തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. മൂന്നാറിൽ ആളുകൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന സംഭവം തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വഴിയായിരുന്നു വിദ്യാർത്ഥിയെ മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷനിൽ വെച്ച് നായ ആക്രമിക്കുകയായിരുന്നു. നായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ ദേഹത്ത് പരിക്ക് സംഭവിച്ചു. മൂന്നാർ സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. സ്കൂൾ പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പ്രധാനാധ്യാപിക S. ജയലക്ഷ്മി പറയുന്നു. നമ്മുടെ സ്കൂളിന്റെ പരിസരത്തും സ്കൂളിന്റെ അകത്തും പുറത്തും റോഡ് സൈഡിലും എല്ലാം തെരുവുനായികളുടെ ഭയങ്കര ശല്യമാണ്. ഇന്നലെ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ തന്നെ SSLC പഠിക്കുന്ന ഒരു കുട്ടിയെ തെരുവുനായി കടിച്ചു. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ പരീക്ഷ സമയത്തും നടക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സ്കൂളിൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ കുട്ടികളെ, ചെറിയ കുട്ടികൾ മുതൽ IED കുട്ടികളൊക്കെ കൂടുതൽ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ ഇതുപോലുള്ള ശല്യം നമുക്ക് പേടിയാണിപ്പോൾ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം വർദ്ധിക്കുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. മുമ്പും വിനോദസഞ്ചാരികൾക്കടക്കം തെരുവുനായ ആക്രമണത്തിൽ പരിക്കുപറ്റിയിട്ടുമുണ്ട്. രാത്രികാലങ്ങളിൽ തെരുവുനായകൾ കൂടുതൽ ആക്രമണകാരികളാകുന്നു. കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരുമൊക്കെയാണ് തെരുവുനായ ശല്യത്തിന്റെ പ്രതിസന്ധി കൂടുതലായി അനുഭവിക്കുന്നത്. നായ്ക്കളെ ഭയന്ന് മാത്രമേ രാത്രികാലങ്ങളിൽ ആളുകൾക്ക് സഞ്ചരിക്കുവാൻ കഴിയൂ. വിദേശ വിനോദസഞ്ചാരികളടക്കം എത്തുന്ന സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. വിറക് ശേഖരിക്കാൻ പോയ മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ ഫാക്ടറി ഡിവിഷനിൽ നടരാജ് മരിച്ചത് വന്യജീവി ആക്രമണത്തിലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വന്യജീവി ആക്രമണം സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് മരിച്ച നടരാജിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ നൽകി. ജില്ലാ കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നടരാജിന്റെ കുടുംബത്തിന് 4 ലക്ഷം രൂപ കൈമാറും. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു നടരാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ എസ്റ്റേറ്റിലായിരുന്നു ചൊവ്വാഴ്ച ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ ഫാക്ടറി ഡിവിഷനിൽ നടരാജാണ് മരണപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിലാണ് നടരാജ് മരണപ്പെട്ടതെന്ന ആരോപണവുമായി പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രംഗത്ത് വന്നിരുന്നു. മരിച്ച നടരാജിന്റെ മൃതദേഹം ഇന്നലെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച പോസ്റ്റ്മോർട്ടം നടത്തി. നടരാജന്റെ മരണകാരണം വന്യജീവി ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് നടരാജിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം കൈമാറിയത്. ജില്ലാ കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നടരാജിന്റെ കുടുംബത്തിന് 4 ലക്ഷം രൂപയും കൈമാറും. വനംവകുപ്പ് ആകെ 10 ലക്ഷം രൂപ നടരാജിന്റെ കുടുംബത്തിന് നൽകും. ഇന്നലെ നൽകിയ തുകയ്ക്ക് പുറമേയുള്ള 5 ലക്ഷം രൂപ വനംവകുപ്പ് മറ്റ് നിയമ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാകും കുടുംബത്തിന് നൽകുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടരാജിന് സമീപമുള്ള വനമേഖലയിൽ വിറക് ശേഖരിക്കാൻ പോയിരുന്നു. വൈകിട്ട് 6 കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും എസ്റ്റേറ്റ് തൊഴിലാളികളും വനമേഖലയിൽ പരിശോധന നടത്തിയപ്പോഴാണ് നടരാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നഷ്ടപരിഹാരം നൽകാതെ നടരാജിന്റെ മൃതദേഹം നീക്കാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ നിലപാടെടുത്തു. പിന്നീട് അടിയന്തര സഹായം അനുവദിക്കുമെന്നുള്ള വനംവകുപ്പിന്റെ ഉറപ്പിന്മേലായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. മരണപ്പെട്ട നടരാജിന്റെ സംസ്കാരം ഇന്നലെ വൈകിട്ടോടെ നടത്തി. സിറ്റി വിഷൻ, മൂന്നാർ. KSTAയുടെ നേതൃത്വത്തിൽ ഇടുക്കി ഏരിയ യാത്രയയപ്പ് സമ്മേളനം നടന്നു. കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA ഇടുക്കി ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KSTA ഇടുക്കി ഏരിയ യാത്രയയപ്പ് സമ്മേളനമാണ് കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ഇടുക്കി ഏരിയയിലെ വിവിധ സ്കൂളുകളിലെ 18ഓളം അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. KSTA ഇടുക്കി ഏരിയ പ്രസിഡന്റ് ഷൈജു KR അധ്യക്ഷത വഹിച്ച യോഗം KSTA ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനവും നിർവഹിച്ച ശേഷം ബഹുമാന്യരായ നമ്മുടെ സഹപ്രവർത്തകർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ KSRന്റെയും മറ്റ് സർവീസ് ചട്ടങ്ങളുടെയൊക്കെ ആ ഒരു വളയത്തിൽ നിന്ന് അവർ സ്വതന്ത്രരായി. ഇനി തുടർന്നുള്ള കാലം ഈ സമൂഹത്തിന് വേണ്ടി യാതൊരുവിധ കെട്ടുപാടുകളുമില്ലാതെ ഇവിടെ നിന്ന് കിട്ടിയ ഈ ഊർജവും അതുപോലെ തന്നെ കാലങ്ങളോളം നടത്തിയ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ ആ വൈഭവവും ഒക്കെ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അവർക്ക് കഴിയും. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിനി സെബാസ്റ്റ്യൻ ഉപഹാര സമർപ്പണം നടത്തി. KSTA ഇടുക്കി ഏരിയ സെക്രട്ടറി സിബി കുരുള മുഖ്യപ്രഭാഷണവും നടത്തി. ആശംസകൾ നേർന്ന ജാസ്മിൻ ജോസഫ്, അനുജ S, ജനീഷ് ജോർജ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,465 രൂപ, പവന് 1,70,720 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാകുമെന്നും എന്നാൽ എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റില്ലെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. പാർട്ടി കേന്ദ്ര നേതൃത്വമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്നും അടൂർ പ്രകാശ്. എന്റെ വിദ്യാഭ്യാസ യോഗ്യത IAS ആണെന്ന ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ. ഇതുവരെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു വന്നത്, ഇനി വിദ്യാഭ്യാസമുള്ളവർ വരട്ടെ എന്നാണ് കോൺഗ്രസിന്റെ പ്രചരണം. ഭീതിയുടെ രാഷ്ട്രീയമാണ് ഉടുമ്പൻചോലയിലുള്ളതെന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ഉടുമ്പൻചോല മണ്ഡലത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭീതിയോടെയാണ് ജനങ്ങൾ കാണുന്നത്. പട്ടയ വിതരണം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി വീണ്ടും മാറ്റിവെച്ചു. അടുത്തയാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.